ഇന്ന് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം ആയിട്ടില്ല. പക്ഷേ കോട്ടയത്ത് സാഹചര്യം മറ്റൊന്നാണ്. കോട്ടയത്ത് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് വ്യക്തമാണ്. ആദ്യം തന്നെ ചിത്രം തെളിയുന്നത് കോട്ടയത്താണ്. അഭിലാഷ്, എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ ചിത്രം ഈ തരത്തിൽ തന്നെയാണെങ്കിൽ ഇവിടുന്ന് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥിയായി വരുന്നു, UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും വരുന്നു, NDA സ്ഥാനാർത്ഥിയായിട്ട് പുതുതായി ഇത്തവണ അത് BDJS നൽകുകയും അവിടെ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ചിത്രം വരുന്നതെങ്കിൽ LDF UDF സ്ഥാനാർത്ഥിയല്ല. 3 മാസം മുമ്പ് തന്നെ നമ്മൾ ഈ സ്ഥാനാർത്ഥി ആരാവും സ്ഥാനാർത്ഥി എന്ന ഈ ഇലക്ഷൻ ചാനൽ തന്നെ പരിശോധിച്ച സമയത്തും നമ്മൾ രണ്ട് മുന്നണിക്കും പ്രാധാന്യം കൊടുത്തിരുന്ന 2 പേരുകൾ തന്നെ വരുന്നു എന്നൊരു സന്തോഷം കൂടിയുണ്ട്. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്തിന് കഴിഞ്ഞ 1977 കോട്ടയത്ത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഒരു മത്സരമുണ്ടായത്. കോട്ടയം കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, സ്ഥലമാണ് എന്നൊക്കെ പലപ്പോഴും പറയുന്നെങ്കിലും അങ്ങനെ കേരള കോൺഗ്രസുകളെക്കാൾ പഴയ കോട്ടയത്തിൻ്റെ രൂപം മാറി വന്ന ശേഷമാണ് 2004 മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷമാണ് കോട്ടയത്തിന് കേരള കോൺഗ്രസിന് അത്തരത്തിലേക്കൊരു ശക്തിയൊക്കെ വന്നത്. പഴയ മൂവാറ്റുപുഴയായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം. 77 കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് കേരള കോൺഗ്രസിലെ ബാലകൃഷ്ണനുള്ള വിഭാഗവും തമ്മിലാണ് മത്സരം നടന്നത്. അന്ന് സ്കറിയ തോമസും വർക്കി ജോർജും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായത്. അന്ന് സ്കറിയ തോമസ് ആണ് ജയിച്ചത്. അതിനുശേഷം 84 മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും സ്കറിയ തോമസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അന്നാണ് കോട്ടയം കണ്ട ഏറ്റവും കടുത്ത മത്സരം അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ മത്സരം എന്നൊക്കെ പറയുന്ന സുരേഷ് കുറുപ്പിനെ പോലെ ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ അവതരിപ്പിക്കുന്നു. അങ്ങനെ സുരേഷ് കുറുപ്പിനെ നേതാവ് വന്നുകൊണ്ട് കോട്ടയം പിടിച്ചെടുക്കുന്നു, കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം പിന്നീട് 89 അതേ സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു, കോൺഗ്രസിന്റെ പക്കലേക്ക് കൊണ്ടുവരുന്ന മണ്ഡലം. 91-ലും 96-ലും രമേശ് ചെന്നിത്തല തന്നെയാണ് ജയിച്ചത്. അന്ന് 2 തവണയും കോൺഗ്രസ് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരാളിയായി കിട്ടിയത് ജനതാദളായിരുന്നു. അത് തമ്പാൻ തോമസും ജയലക്ഷ്മിയുമായിരുന്നു. സ്വാഭാവികമായും ദുർബലരായ എതിരാളികളായിരുന്നു. അതിനുശേഷം വീണ്ടും സുരേഷ് കുറുപ്പ് വരുന്നു. സുരേഷ് കുറുപ്പ് വന്നതിന് ശേഷമാണ് 98-ൽ സുരേഷ് കുറുപ്പ് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവിടെ സുരേഷ് കുറുപ്പ് വിജയിക്കുന്നു. അതിനുശേഷം സുരേഷ് കുറുപ്പിന് തൊട്ടടുത്ത തവണ PC ചാക്കോ ആയിരുന്നു 99-ൽ എതിരാളിയായി വന്നത്. ആ തവണയും സുരേഷ് കുറുപ്പ് ജയിക്കുന്നു. അതിൻ്റെ അടുത്ത തവണ ആന്റോ ആന്റണി കോൺഗ്രസിൽ നിന്ന് DCC പ്രസിഡന്റൊക്കെ ആയിരുന്നു ആന്റോ ആന്റണി കോൺഗ്രസിൽ നിന്ന് വരുന്നു. അവിടെയും സുരേഷ് കുറുപ്പിന് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ സുരേഷ് കുറുപ്പിന് പരാജയം സംഭവിച്ചത് 2009-ലാണ്. 2009-ൽ ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ ജോസ് കെ മാണി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അങ്ങനെ ജോസ് കെ മാണി അവിടെ വിജയിക്കുന്നു. അതിൻ്റെ അടുത്ത തവണയും ജോസ് കെ മാണി തന്നെയാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ തോമസ് ചാഴിക്കാടൻ ജയിക്കുന്നു. ജോസ് കെ മാണി കഴിഞ്ഞ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അവിടെ നിന്ന് രാജിവെച്ച് രാജ്യസഭാംഗമായപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല, ഉപതെരഞ്ഞെടുപ്പ് വന്നിരുന്നില്ല, കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തവണത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ തവണ മത്സരിച്ച തോമസ് ചാഴിക്കാടൻ മത്സരിച്ചത് UDFന് വേണ്ടിയാണ്. സ്വാഭാവികമായും അവിടെ വിജയിച്ചിട്ടുള്ള LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, അത് സുരേഷ് കുറുപ്പാണ്. സുരേഷ് കുറുപ്പ് ജയിച്ചു എന്ന് പറഞ്ഞാൽ സുരേഷ് കുറുപ്പിന് LDFന്റെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കുന്ന ഒരാളല്ല. സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ച് കോട്ടയത്തിൻ്റെ അഭിലാഷം അറിയാമല്ലോ, പ്രത്യേകിച്ച് തന്നെ കോട്ടയത്തിൻ്റെ ഒരു ജാതിമത ഇക്വേഷനുകളെല്ലാം ഉണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട സഭകളുമായിട്ടെല്ലാം നല്ല ബന്ധത്തിലുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ ഒരു പൊതു സ്വീകാര്യൻ എന്നൊരു പ്രതിച്ഛായുള്ള ആളാണ്. പ്രത്യേകിച്ച് NSSന്റെ നല്ല ബന്ധം, SNDPയുമായി നല്ല ബന്ധം, സഭകൾ, അതോടൊപ്പം തന്നെ SNDP NSS 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കാണ് കോട്ടയത്ത് വലിയ തോതിൽ വോട്ടിംഗ് അങ്ങനെ ഒരു ശേഷിയും ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കാൻ കഴിയുന്നത്. ഈ 3 വിഭാഗങ്ങളുമായും വളരെ നല്ല ബന്ധമുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കാണ് LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സുരേഷ് കുറുപ്പിന് ജയിച്ചത്. കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് VN വാസവനാണ്. അതേ VN വാസവനാണ് ഇത്തവണ വാസവനെ തോൽപ്പിച്ച തോമസ് ചാഴിക്കാടിന് വേണ്ടി ജില്ലയുടെ ചുമതലയുള്ള LDFലെ മന്ത്രി. അങ്ങനെ ഈ തവണ VN വാസവന്റെ നേതൃത്വത്തിൽ തോമസ് ചാഴിക്കാടൻ ഒരു ഭാഗത്ത് മത്സരിക്കുന്നു. അപ്പോൾ മറുഭാഗത്ത് ഫ്രാൻസിസ് ജോർജ് എത്തുകയാണ്. ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്തെല്ലാം പ്ലസ് പോയിന്റുകളാണോ തോമസ് ചാഴിക്കാടിനുള്ളത് അതേ പ്ലസ് പോയിന്റുകളെല്ലാം ഉള്ള നേതാവ് തന്നെയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ സ്ഥാപകനായ KM ജോർജിന്റെ മകൻ എന്നുള്ള പ്രത്യേകതയുണ്ട്. സൗമ്യനായ ഒരാളാണ്. ഇതുവരെയും അഴിമതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അത് തോമസ് ചാഴിക്കാടിനായാലും അങ്ങനെ ഒരു അഴിമതി ആരോപണം ഒന്നുമില്ല. ഫ്രാൻസിസ് ജോർജും ഈ തോമസ് ചാഴിക്കാടിനേക്കാൾ അല്ലെങ്കിൽ ഒരു പടി കൂടി കടക്കുന്നു, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നതുമായ ഒരു സൗമ്യമായ മുഖം. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ 2 മാന്യന്മാരായ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയ്ക്ക് കൂടിയുള്ള പ്രത്യേകത കൂടിയുണ്ട്. 2 കേരള കോൺഗ്രസുകൾക്കും ഇത് നിർണായകമാണ്. ഒപ്പം കോൺഗ്രസിനും ഇത് ഏറ്റവും നിർണായകമാണ്.
ഒരു തരത്തിൽ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ എത്തപ്പെട്ടത് ജില്ലയിലെ കോൺഗ്രസ്സുകാർക്ക് കൂടി ഒരു താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളെ കഴിഞ്ഞ തവണ ചതിച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ അവർ ആ തരത്തിലേക്ക് വലിയ വാക്പോരൊക്കെ നടക്കുന്നത് കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലാണ്. ജോസ് കെ മാണിയും കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കളും തമ്മിലാണ്. ഇത്തവണ തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഇങ്ങനെ പരോക്ഷമായി ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ പേരടക്കം പരോക്ഷമായി വെക്കുകയും ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന മാനദണ്ഡം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മുന്നിൽ വെക്കുകയും ഒക്കെ ചെയ്തതിൽ ജില്ലയിലെ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇത്തവണ സാധാരണഗതിയിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസും മത്സരിക്കുമ്പോൾ പരസ്പരം കാലുവാരുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ അങ്ങനെ ഒരു ഐക്യം കൂടി ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം കൂടുതൽ തീവാർന്ന മത്സരമായി മാറും. അവിടെ തുഷാർ വെള്ളാപ്പള്ളി കൂടി ആ സ്ഥലത്തേക്ക് BJP മാറിയിട്ട് BDJ സ്ഥാനാർത്ഥി കൂടി വരുന്നു. തീർച്ചയായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തോമസ് ചാഴികാടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അടക്കം അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. നമുക്ക് ആ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, ഇങ്ങനെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം എത്തും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അഭിലാഷ്, ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ 3 ഇതിലെ പ്രഖ്യാപനം വന്നത് തോമസ് ചാഴികാടൻ്റെ മാത്രമാണ്. ഫ്രാൻസിസ് ജോർജിന്റെ കാര്യത്തിൽ ഏകദേശം ഉറപ്പായി എന്ന് തന്നെ പറയാം. ഇനി വലിയ അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടും. അത് കേരള കോൺഗ്രസിലും കേരള ജോസഫ് വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് ഇല്ലാത്ത പേരുള്ളത് ജോസഫ് വിഭാഗത്തിനാണ്. ആ പാർട്ടിയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും UDFിലും ഒക്കെ അത്തരമൊരു ധാരണ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് NDAയിലാണ്. NDAയിൽ കഴിഞ്ഞ തവണ വരെ BJP മത്സരിച്ചിരുന്നതാണ്. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ചിരുന്ന PC തോമസ് ആണ് ഏറ്റവും വലിയ NDAയുടെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. നേരത്തെ 34,000 44,000 ഒക്കെ വോട്ട് മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിന് മേൽ വോട്ട് നേടിയാണ് PC തോമസ്. 3ാം സ്ഥാനത്താണെങ്കിൽ 1,10,000 വോട്ട് ഒരു മുന്നണിക്ക് അധികമായി നേടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ PC തോമസിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ആലോചിക്കണം. കേരളത്തിൽ NDAയുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് മത്സരിച്ച് 2 മുന്നണികളെയും പരാജയപ്പെടുത്തി MP ആയ ഒരു ആൾ കൂടിയാണ്. പക്ഷേ അന്ന് മൂവാറ്റുപുഴയായിരുന്നു. പക്ഷേ ആ മൂവാറ്റുപുഴയുടെ ഒരു ഭാഗം ഇപ്പോൾ ഈ പറയുന്ന കോട്ടയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും PC തോമസിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഏറെ ജനകീയനായ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ NDAക്ക് മത്സരിച്ച ഒരാളെ ഇത്തവണ UDFിന് വേണ്ടി മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ കുറെ കൂടി സ്വീകാര്യനായ ഒരാൾ എന്ന നിലയ്ക്കാണ് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് ഇടുക്കിയിൽ 2 തവണ MP ആയി. അതിനുശേഷം ഇടുക്കിയിൽ 2 തവണ മത്സരിച്ചു. ഒരു തവണ ഇടുക്കിയിൽ 2 തവണയും മത്സരിച്ച എതിരാളി റോഷി അഗസ്റ്റിനായിരുന്നു. ആദ്യ തവണ റോഷി അഗസ്റ്റിൻ UDFിലും ഫ്രാൻസിസ് ജോർജ് LDFിലുമായിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി. 2ാം തവണ ഫ്രാൻസിസ് ജോർജ് UDFിലും റോഷി അഗസ്റ്റിൻ LDFിലും വന്നു. രണ്ടുപേരും സ്ഥാനാർത്ഥികൾ മാറിയില്ല. പക്ഷേ സ്ഥാനാർത്ഥികളുടെ മുന്നണി മാറുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ 2 തവണയും അവിടെ ജയിച്ചത് റോഷി അഗസ്റ്റിനാണ്. വീണ്ടും ഒരു ലോക്സഭാ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് ഫ്രാൻസിസ് ജോർജ്. അത് കോട്ടയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. ഒരു പൊതു സ്വീകാര്യത ഒക്കെ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് KM ജോർജിന്റെ മകൻ കോട്ടയത്തേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊതു കേരള കോൺഗ്രസ് വികാരം കൂടി അദ്ദേഹം അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി എന്തായാലും അവർക്ക്. തീർച്ചയായും